കത്തോലിക്ക സഭയുടെ എല്ലാ പഠനങ്ങളും സത്യമാണ്. നീ പോയി വിശ്വസിക്കുക. നീ ആ സഭയിലായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു പോകാം, പക്ഷെ ഇതും കൂടി ഒന്ന് പറയൂ. ഈ വാതിക്ക് വെച്ചിരിക്കുന്ന മറിയത്തെ എന്ത് ചെയ്യും? ചിലപ്പോഴാണ് സക്കാരിയുടെ മുകളിലായിരിക്കുന്നത്, കർത്താവിന്റെ തലയിലെ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് സാധാരണ ജനത്തിനൊന്നും ദൈവത്തെ കാണാൻ പറ്റുന്നില്ല. അമ്മ ഇങ്ങനെ നടുക്കളിക്കുന്നത് കൊണ്ട് യേശു ചോദിച്ചു, നിനക്ക് എന്റെ അമ്മയോട് അസൂയാണോ? നിനക്ക് എന്റെ അമ്മയോട് അസൂയാണോ? എന്റെ മക്കളെ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് വെക്കാൻ പോലുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? എന്റെ മക്കളെ ഞാൻ ചിലപ്പോ തലയിൽ വയ്ക്കും, ചിലപ്പോ എന്റെ ഹൃദയത്തിൽ വയ്ക്കും, ചിലപ്പോ എന്റെ കയ്യിൽ വയ്ക്കും. എനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ചിലപ്പോ പള്ളിയുടെ മുകളിലും കെട്ടി വയ്ക്കും. അതോർത്ത് നീ വിഷമിക്കണ്ട. മക്കളെ എവിടെ എത്തണമെന്നും കയ്യിൽ എവിടെ പിടിക്കണമെന്നും ഒക്കെ കാരണവന്മാർക്ക് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് അതോർത്ത് നീ വിഷമിക്കണ്ട. ഞാൻ ചോദിച്ചു, ഈ വിശുദ്ധന്മാരൊക്കെയോ? വിധി കഴിഞ്ഞിട്ടില്ലല്ലോ, അതിനു മുമ്പ് ഒരാൾ വിശുദ്ധനാണോ എന്ന് എങ്ങനെ അറിയാം? ചോദിച്ചു, വിധി കഴിഞ്ഞിട്ടില്ല എന്ന് നീ സമ്മതിച്ചു? സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ 2000 വർഷം മുമ്പ് ഞാൻ ഒരു മനുഷ്യനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടി പറുദീസയിലായിരിക്കുമെന്ന്. അന്ന് 2000 വർഷം മുമ്പ് വിധി കഴിഞ്ഞായിരുന്നോ? ഇല്ല. എന്നാൽ നീ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, ഒരു മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെങ്കിൽ, ഒരുവൻ പറുദീസയിൽ എത്തണമെങ്കിൽ, എനിക്ക് അവനെ അവിടെ കൊണ്ടുചെല്ലാൻ അന്ത്യവിധി വരെ കാത്തിരിക്കേണ്ട ഗതികേടൊന്നുമില്ല. ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ചെയ്യുവാൻ എനിക്ക് പറ്റും. ഞാൻ സകല മനുഷ്യരുടെയും ദൈവമായ കർത്താവല്ലേ? എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? പിന്നെ എന്താ നീ അങ്ങനെ ചോദിച്ചത്? ഞാൻ ചോദിച്ചു, പുതിയ നിമിത്തി അപ്പൊ അതിങ്ങനെ സ്വർഗത്തിലുള്ളവരൊക്കെ ഉണ്ടെന്നുള്ളത് എവിടെയെങ്കിലും ഉണ്ടോ? ഈ മരിച്ചുപോയവർ ആരെങ്കിലും സ്വർഗത്തിൽ കാണുന്നതായിട്ട്? തീർച്ചയായും നീ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ വായിക്കാത്തോണ്ടുള്ള കുഴപ്പമാ. താബോർ മലയിൽ വെച്ച് ഞാൻ രൂപാന്തരപ്പെട്ടപ്പോൾ അവിടെ ആരാ എനിക്ക് പ്രത്യക്ഷപ്പെട്ടത്? മോശയും ഏലിയായും. അവരന്ന് ജീവിച്ചിരുന്ന മനുഷ്യരാണോ? അല്ല. എന്റെ സകലത്തിന്റെ നാളുകളിൽ എന്റെ അടുക്കൽ വരുവാനും എന്നെ ആശ്വസിപ്പിക്കുവാനും എന്നോട് സംസാരിക്കുവാനും പോലും ആ 2 വിശുദ്ധർക്ക് വരാമെങ്കിൽ, മരിച്ചുപോയ 2 പേർക്ക് വരാമെങ്കിൽ, ദൈവത്തിന് അവരെ അയക്കാമെങ്കിൽ, നിന്റെ പക്കലേക്ക് 2 പേരെ അയക്കാൻ എനിക്ക് പറ്റുകയില്ല എന്ന് നീ എന്തുകൊണ്ടാ വിശ്വസിക്കുന്നത്? മക്കബായരുടെ പുസ്തകത്തിൽ യൂദാസ് തന്റെ കൂടെയുള്ളവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് എന്താ പറയുന്നത്? ഒനിയാസ് പുരോഹിതനെയും ജെറമിയ പ്രവാചകനെയും ഞാൻ കാണുന്നു, അവർ സ്വർഗത്തിലിരുന്ന് മധ്യസ്ഥ വഹിക്കുന്നതായി ഞാൻ കാണുന്നു. ഇതൊന്നും നീ ഇതുവരെ വായിച്ചിട്ടില്ലേ? ഞാൻ പറയും, മക്കബായരുടെ പുസ്തകം കൂട്ടിച്ചേർത്തോ? അത് കൂട്ടിച്ചേർത്തതല്ലേ? ബൈബിളിനോടൊന്നും കൂട്ടിച്ചേർക്കുക എടുത്തു മാറ്റുകയോ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെവിടെയാ പറഞ്ഞിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, വെളിപാടിന്റെ പുസ്തകം അവസാനത്തെ അധ്യായം 18 മുതലുള്ള വചനങ്ങളിലുണ്ട്. ഈശോ പറഞ്ഞു, ഇത് തന്നെ ഞാൻ പറഞ്ഞത്. ഏത് വചനം ഉപയോഗിച്ച് തർക്കിക്കുന്നുണ്ടോ അവിടെ തന്നെ മറുപടിയുമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ നിറവോടെ നീ വായിക്കുന്നില്ല, അത് കുഴപ്പം. പ്രവചന ഗ്രന്ഥങ്ങളെല്ലാം പുസ്തകം എന്നാണ് അറിയപ്പെടുക. വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകങ്ങള്. അതുകൊണ്ടാണ് വെളിപാടിന്റെ സുവിശേഷവും നമ്മൾ പറയില്ല. വെളിപാടിന്റെ ഗ്രന്ഥം, വെളിപാടിന്റെ പുസ്തകം അങ്ങനെ പറയുകയുള്ളൂ. നീ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഒരു ദിവസം രാവിലെ ബൈബിൾ എഴുതാൻ ഒരാളിരിക്കണം, വൈകുന്നേരത്തോടെ എഴുതി കുത്തിക്കെട്ടി ഇങ്ങനെ തന്നതായിരിക്കണം. നൂറ്റാണ്ടുകളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ പ്രിയപ്പെട്ടവരോട് സംസാരിച്ച കാര്യം ഇങ്ങനെ എഴുതി കൈ കിട്ടിയപ്പോ എത്ര നൂറ്റാണ്ടുകൾ എടുത്തു നിനക്കറിയോ? പിന്നെന്താ ബൈബിളിനോടൊന്നും കൂടി ചേർക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇനി പുസ്തകം ആണെന്ന് പറഞ്ഞല്ലോ, ഇനി അത് വചനം വായിക്കാനേ. വെളിപാടിന്റെ പുസ്തകത്തിലെ പ്രവചനങ്ങളോട്, ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളോടെന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് വെളിപാടിന്റെ പുസ്തകത്തിലെ പ്രവചനങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ വെളിപാടിന്റെ പുസ്തകത്തിലെ പ്രവചനങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തു മാറ്റുകയോ ചെയ്യരുത് എന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ബൈബിളിനോട് കൂട്ടിച്ചേർക്കരുതെന്നല്ല. അത് നൂറ്റാണ്ടുകൾ കൊണ്ട് ഇങ്ങനെ ആയത് തന്നെ. ഒരു ദിവസം കൊണ്ട് എഴുതി വെച്ചേക്കുന്നതല്ല. അതാർക്കും എടുത്തു മാറ്റാനുള്ള സ്വാതന്ത്ര്യവുമില്ല. ഞാൻ ചോദിച്ചു, വിശുദ്ധരൊക്കെ അവിടെ നിന്ന് എന്താ പറയുക? അവരെങ്ങനെ പ്രാർത്ഥിക്കും നിന്നോട്? അതെ, അവരെന്റെ പക്കലുണ്ട്. അവരിങ്ങനെയാ പറയുക. ലൂക്കായുടെ സുവിശേഷത്തിൽ ശതാധിപന്റെ വൃത്തിനെ സുഖപ്പെടുത്തുന്ന ആ രംഗം നീ വായിച്ചിട്ടില്ലേ? അവിടെ ശതാധിപൻ തന്റെ ചില സ്നേഹിതരെ എന്റെ പക്കലേക്ക് അയക്കുകയാണ് ചെയ്തത്. എന്നിട്ട് എന്താ പറഞ്ഞത്? ആ സ്നേഹിതർ എന്നോട് പറയുക, കർത്താവേ, നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹതയുണ്ട്. ഒരു വിശുദ്ധൻ ഇത്രയും വന്ന് എന്നോട് പറയുകയുള്ളൂ. അവൻ അങ്ങനെ എന്നോട് പറയുമ്പോൾ അവൻ വേറെ 2 കാര്യം കൂടി പറയും. അത് നിന്റെ ജീവിതത്തിലുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, നമുക്കൊരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അതായത് ദൈവത്തോടും മനുഷ്യരോടുമുള്ള നിന്റെ ബന്ധം നല്ലതാണോ? അങ്ങനെയാണെങ്കിൽ ഒരു വിശുദ്ധൻ എന്നോട് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ തീർച്ചയായും അവന്റെ പ്രാർത്ഥന കേൾക്കുകയും എന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ അവന് അത് ചെയ്തു കൊടുക്കുകയും ചെയ്യും. അതോർത്ത് വിഷമിക്കണ്ട. ഇനി നേരെ ഇങ്ങ് വരാതെ സ്നേഹിതരെ അയച്ച് എന്റെ പക്കലേക്ക് സഹായം അഭ്യർത്ഥിച്ച് പറഞ്ഞു വിട്ട അവന്റെ വിശ്വാസത്തെ കുറിച്ച് ഞാനെന്താ പറഞ്ഞിരിക്കുന്നത്? അത് മോശമാണെന്നാണ് പറഞ്ഞത്? അല്ല,
മറ്റൊരിടത്തും പറയാത്ത വിധം ഞാൻ പറഞ്ഞു. ഇസ്രയേലിൽ ഒരുവനിൽ പോലും ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. എവിടെ ഇരുന്ന് ആര് പ്രാർത്ഥിച്ചാലും ദൈവത്തിനെ കേൾക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം, നേരെ ചെന്നില്ലെങ്കിലും ദൈവം അനുഗ്രഹിക്കും എന്ന വിശ്വാസം, അത് മോശമാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. കുമ്പസാരിക്കാൻ നിനക്ക് വിഷമമല്ലേ? അതുകൊണ്ടാണ് ഈ കത്തോലിക്ക സഭ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു കാര്യമാണ് കുമ്പസാരം. തിരുസഭയിൽ ഞാൻ വെച്ചിരിക്കുന്നത് ആ കുമ്പസാരം. അതിനെനിക്കൊരു ഉദ്ദേശമുണ്ട്. എന്റെ മക്കൾ ആന്തരിക സൗഖ്യത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി ജീവിച്ചോട്ടെ എന്ന് കരുതി തന്നെ അവരുടെ ഹൃദയത്തിന്റെ സംഘർഷങ്ങളെല്ലാം മാറി ദൈവവുമായി എപ്പോഴും ഐക്യപ്പെട്ട് രമ്യതയിൽ കടന്നു പോകാൻ വേണ്ടി ഞാൻ വെച്ചിരിക്കുന്ന ശുശ്രൂഷയാണത്. ദൈവവുമായി രമ്യതപ്പെടുത്തുവാനായിട്ട്, അവന് മനസ്സമാധാനമായി ജീവിക്കുവാൻ, ആന്തരിക സൗഖ്യം നൽകുവാൻ, വഴിതെറ്റി പോകാതിരിക്കുവാൻ, അലഞ്ഞു തിരിഞ്ഞ് നടക്കാതിരിക്കുവാൻ എല്ലാം ഞാൻ നൽകിയതാണത്, ഞാൻ വെച്ചിരിക്കുന്നതാണത്. നിനക്ക് നേരെ ചെന്ന് ദൈവത്തോട് പറയുന്നതാണല്ലേ ഇഷ്ടം. എങ്ങനെ നിനക്കത് പറയാൻ പറ്റും? എത്ര അഹങ്കാരം നിറഞ്ഞ വാക്കുകളാണത്. നേരെ അങ്ങ് പറഞ്ഞാ പോരെന്ന്. ദൈവത്തെ കുറിച്ച് വളരെ കാര്യങ്ങൾ നിനക്കറിയാം. കാരണം നീ കുറെ സ്ഥലത്തു നിന്നൊക്കെ വായിച്ചിട്ടുണ്ട്, കുറേയേറെ കാര്യം നീ പഠിച്ചു വെച്ചിട്ടുണ്ട് ദൈവത്തെ കുറിച്ച്. പക്ഷെ ദൈവം ആരാണെന്ന് നിനക്കറിയത്തില്ല. ദൈവത്തെ കുറിച്ച് അറിയുന്നതും ദൈവം ആരാണെന്ന് അറിയുന്നതും തമ്മിൽ രാത്രിയും പകല് പോലെ വ്യത്യാസമുണ്ട്. ദൈവം ആരാണെന്ന് അറിയുകയാണെങ്കിൽ ഈ വാക്ക് നീ ഉപയോഗിക്കില്ല. നേരെ വന്ന് പറയാം എന്ന് നീ പറയുകയില്ല. നേരെ പറയാതെ ദൂരെ നിന്ന് മാറത്തടിച്ച് നിലവിളിച്ച് മടങ്ങി പോയവനെ കുറിച്ച് ഞാൻ എന്താ പറഞ്ഞത്? അവൻ നീതീകരിക്കപ്പെട്ടവനായി അവിടെ നിന്ന് മടങ്ങിയെന്ന്. അപ്പൊ പിന്നെ ഇത് നീ അങ്ങനെ തന്നെ ചെയ്യുക. നീ ഏറ്റവും വലിയ പാപിയായിരിക്കുമ്പോൾ പോലും ഞാൻ നിന്റെ അടുക്കലേക്ക് വരും. അത് നിന്റെ യോഗ്യത കൊണ്ട് വരുന്നതല്ല, നീ നല്ലതായത് കൊണ്ടല്ല ഞാൻ നിന്റെ അടുക്കലേക്ക് വരുന്നത്, ഞാൻ നല്ലതായതുകൊണ്ടാ. അത് നീ വിശ്വസിക്കുക. അപ്പൊ നിനക്ക് ഇത്ര അഹങ്കാരത്തോടെ സംസാരിക്കാൻ പറ്റുകയില്ല. തിരിച്ചു പോവുക. തിരുസഭയുടെ പഠനങ്ങളെല്ലാം വിശ്വസിക്കുക. ഞാൻ ചോദിച്ചു, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായും മരിച്ചവർ ഉയർത്തെഴുന്നേറ്റില്ല എന്ന് നീ പറഞ്ഞല്ലോ. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് നിനക്ക് പ്രത്യാശയുണ്ടോ? ഉണ്ട്. എങ്കിൽ നീ പ്രാർത്ഥിക്കണം. കാരണം വിധി ഇനിയും ആയിട്ടില്ല. എനിക്ക് ഇനിയും കരുണ കാണിക്കാൻ പറ്റും. ഞാൻ അനന്ത നന്മയും അനന്ത സ്നേഹവും അനന്ത കാരുണ്യവുമാണ്. നിന്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് അവനോട് കരുണ കാണിക്കാൻ പറ്റുകയില്ല എന്ന് നീ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി തിരുസഭ പറഞ്ഞിട്ടുള്ളതെല്ലാം ചെയ്യുക. ഞാനത് ആഗ്രഹിക്കുന്നു. നീ അത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്നത് ദുഃഖമോ വേദനയോ വിഷമോ ഒന്നും നിനക്കറിയത്തില്ല. അതുകൊണ്ടാ അത് ഞാൻ പിന്നെ നിനക്ക് കാണിച്ചും പറഞ്ഞും തരാം. അപ്പൊ നിനക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞു, ഇത്രയും കാര്യം ഞാൻ വിശ്വസിക്കാം. എന്നാൽ എനിക്കൊരു വിഷമമുണ്ട്. ദിവ്യകാരുണ്യം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അവരൊരു അപ്പം എടുത്ത് അതിനകത്ത് ദൈവം ഉണ്ടെന്നാ പറയുന്നത്. അതെങ്ങനെ സ്വീകരിക്കാൻ പറ്റും? എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല. ഒരപ്പം കഷ്ണത്തിനകത്ത് ദൈവം വന്നിരിക്കുകയാണ് ചെയ്യുക. എന്തുകൊണ്ടാണ് നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം ഒരിക്കലെങ്കിലും വായിച്ച ഒരാളാണെങ്കിൽ അത് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നും പറഞ്ഞ് എന്റെ അടുക്കിലേക്ക് വരികയില്ല. പരിശുദ്ധാത്മാവിന്റെ നിറവോടെ നീ അത് വായിച്ചിട്ടില്ല എന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കുന്നു. ഞാൻ പറയട്ടെ, അന്ന് ആ അപ്പം എടുത്ത് ഉയർത്തിയപ്പോൾ എന്റെ കയ്യിലിരിക്കുന്ന അപ്പമാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അറിയാം. ശിഷ്യന്മാർക്ക് കാണത്തില്ലായിരുന്നു അത് അപ്പമാണെന്ന്. കാണാം. പക്ഷെ ഞാൻ എന്താ പറഞ്ഞത്? അത് എന്റെ ശരീരത്തിന് പകരമുള്ള അപ്പമാണെന്നാണോ ഞാൻ പറഞ്ഞത്? അല്ല, ഇതെന്റെ ശരീരമാണെന്നാ പറഞ്ഞത്. എന്നിട്ട് അവർക്കോ എനിക്കോ സംശയം തോന്നിയിരുന്നില്ല. പിന്നെ നിനക്കെന്താ ഇപ്പൊ സംശയം? ഞാനതിനൊരു വിശദീകരണം അല്ലാതെ കൊടുത്തില്ല. അതുപോലെ വിശ്വസിക്കുക. ഞാൻ കള്ളം പറയുകയില്ല. ഇനി ഞാൻ എന്ത് ചെയ്തുകൊണ്ട് അത് പറഞ്ഞെന്നറിയോ? ഞാൻ പറഞ്ഞു, നിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യാനാ പറഞ്ഞത്. കൊള്ളാം. ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യാനാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ വീട്ടിലെല്ലാവരോടും ഒരുമിച്ച് കൂടി കുറച്ച് അപ്പവും മീഞ്ഞും ഒക്കെ എടുത്ത് മുറിച്ചു കൊടുത്തോണ്ട് നമുക്ക് കർത്താവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി തിന്നുകയും കുടിക്കുകയും ചെയ്യാമെന്ന് ഞാൻ തിന്നാ പോരെ? കുറെ അപ്പവും മീഞ്ഞും ഉണ്ടാക്കി തിന്നാനാണോ ഞാൻ പറഞ്ഞത്? അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്നെ തന്നെ മുറിച്ച് നിനക്ക് തന്നതുപോലെ ഞാൻ വീണ്ടും വരുവോളം നീ നിന്നെ തന്നെ മുറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കണം. അതാ ഞാൻ അതുകൊണ്ട് ആഗ്രഹിച്ചത്. പക്ഷെ നിനക്ക് അത് മനസ്സിലായില്ല. തിന്നണമെന്നും കുടിക്കണമെന്നും പറഞ്ഞ കാര്യം മാത്രം നിനക്ക് മനസ്സിലായി. കർത്താവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി തിന്നുകയും കുടിക്കുകയും ചെയ്യണമെന്നാണോ പറഞ്ഞത്? ഇനി അന്ന് ഞാനിത് പറഞ്ഞപ്പോഴും കുറേയേറെ പേര് എന്നെ വിട്ടുപോയി. പക്ഷെ ഒരാളെ പോലും തിരിച്ചു വിളിച്ച് ഇങ്ങ് വന്നേ മോനെ, ഇത് ഇങ്ങനെയാണ് കേട്ടോ, അപ്പത്തിനകത്ത് ഞാൻ ഇങ്ങനെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നൊന്നും പറഞ്ഞ് ഞാനൊരു വിശദീകരണം നൽകിയില്ല. മറിച്ച് അവശേഷിച്ചവരോട് ഞാൻ ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? നിന്നോടും എനിക്കത് ചോദിക്കാനുള്ളൂ. നിനക്കും പോകണോ? ഇനിയും നീ പോകാൻ ആഗ്രഹിക്കുന്നു? അത് ദിവ്യകാരുണ്യം ഒരു ദൈവീക രഹസ്യമാണ്. കൃപ ലഭിച്ചവർ മാത്രം അത് മനസ്സിലാക്കിയാൽ മതി. അതാണ്
ദൈവത്തിന്റെ ഹിതം. ഇങ്ങനെ നീ വിശ്വസിക്കുക, പോവുക, തിരുസഭയുടെ അംഗമായി തീരുക. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. എന്നാൽ ജപമാല ചൊല്ലണമോ? അതിന്റെ ആവശ്യമുണ്ടോ? കുറെ നന്മ നിറഞ്ഞ മറിയം ചൊല്ലിക്കൂട്ടിയത് കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? നന്മ നിറഞ്ഞ മറിയുമെന്ന പ്രാർത്ഥന എന്താണെന്ന് നിനക്കറിയോ? അത് വചനമാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, അതിന്റെ ആദ്യത്തെ ഭാഗം മുഴുവൻ വചനമാണ്. വചനം പറയരുതെന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞാൽ നീ അവരെ സൂക്ഷിക്കുക. ഏതെങ്കിലും ഒരു വചനം പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ? ഇനി അതിലെ മറിയമേ എന്ന വാക്കാണെങ്കിൽ അത് ദൈവത്തിന്റെ ദൂതൻ വന്ന് പറഞ്ഞതാ, ദൈവം പറഞ്ഞിട്ട് വന്ന് പറഞ്ഞതാ. അത് വചനമല്ലാതെ മാറ്റാൻ നിനക്ക് പറ്റുകയില്ല. അത് വചനത്തിനുള്ളിൽ തന്നെ ദൈവം ആക്കിയിരിക്കുക. പിന്നെ നീ അത് പറയരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? തന്നെയുമല്ല, വചനം നിന്നെ ശുദ്ധീകരിക്കുമെന്നും വചനം നിന്നെ സ്വതന്ത്രയാക്കുമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നിരന്തരം ആവർത്തിക്കപ്പെടുന്ന ഈ വചനങ്ങൾക്ക് ആ ശക്തി ഇല്ല എന്ന് നീ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? മാത്രമല്ല, ഈ വചനത്തിന് അതിനേക്കാൾ വലിയൊരു പ്രാധാന്യമുണ്ട്. ഇത് രക്ഷയുടെ ആദ്യത്തെ വചനങ്ങളാണ്. ദൈവം തന്റെ രക്ഷ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അവിടുന്ന് നൽകിയ ആദ്യത്തെ വചനങ്ങളാണിത്. ഇതിന്റെ ഓരോ അക്ഷരങ്ങൾ കേൾക്കുമ്പോഴും സാത്താൻ ഇടിമിന്നൽ പോലെ പതിക്കുകയാണ്. അവനെ താങ്ങാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് അവനിതിനെ ഒഴിവാക്കാൻ നിങ്ങളെ നിർബന്ധിക്കുന്നത്. അവനെ സമീപിക്കാൻ പോലും പറ്റുകയില്ല. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ അതിപുരാതന കുടുംബങ്ങളിലൊക്കെ ഒരു ധ്യാനം ഉണ്ടായിരുന്നില്ല, ഒരു കൺവെൻഷനും ഇല്ലായിരുന്നു. അനേക ദിവസങ്ങളിൽ അവരെല്ലാവരും മുട്ടുകുത്തി നിന്ന് ജപമാല ചൊല്ലുമായിരുന്നു. നിനക്കറിയോ, പ്രത്യേകിച്ചും ജപമാലയുടെ മാസങ്ങളില് അവരെത്രയോ ദൂരം യാത്ര ചെയ്ത് വന്നായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നത്. എന്റെ അമ്മ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്നത്തേക്കാൾ വിശുദ്ധമായ ഒരു ജീവിതമാണ് അന്ന് ക്രിസ്ത്യാനി നയിച്ചിരുന്നത്. ഇന്നത്തേക്കാൾ അധികം ദൈവവിളികൾ ഉണ്ടായിരുന്നു. മക്കള് വേണ്ടെന്ന് ആർക്കും തോന്നിയില്ല. മക്കളൊരു ഭാരമായി ഒരമ്മയ്ക്കും തോന്നിയില്ല, ഒരപ്പനും തോന്നിയില്ല. കാരണം എന്റെ അമ്മ ആ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ഇന്ന് വേണ്ടെന്ന് തോന്നുന്നു, ഭാരമായി തോന്നുന്നു. എന്റെ മോളെ, ജപമാലയില്ലാത്ത ഒരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. ഇനി പരിശുദ്ധാത്മാവ് ആദ്യമായി പുതിയ നിയമത്തിൽ വന്ന് അഭിഷേകം ചെയ്യുക ഒരു വ്യക്തിയെ. എലിസബത്തിനെ അഭിഷേകം ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുകയാണ്. എലിസബത്ത് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത്. അഭിഷേകം നൽകി ആദ്യത്തെ പരിശുദ്ധാത്മാവ് ആദ്യം സംസാരിക്കുന്ന വചനം എന്താ? നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. പരിശുദ്ധാത്മാവ് ആദ്യം പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തിക്കൊണ്ടാ സംസാരിക്കുന്നത്. വീണ്ടും പറയുക എലിസബത്ത്, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെയുണ്ടായി? പരിശുദ്ധ അമ്മ നിന്റെ അടുക്കൽ വരുന്നത് ഭാഗ്യമാണെന്ന് തിരിച്ചറിയാൻ നിനക്ക് പറ്റണമെങ്കിൽ ആദ്യം നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. ഇല്ലെങ്കിൽ നിനക്ക് മനസ്സിലാവില്ല. പരിശുദ്ധാത്മാവിന് മാത്രമേ പരിശുദ്ധ അമ്മയുടെ മഹത്വം വെളിപ്പെടുത്തി തരാൻ പറ്റുകയുള്ളൂ. നീ പോയി പ്രാർത്ഥിക്കുക. ഇനി എന്റെ അമ്മയോട് നന്ദിയുള്ളവളായിരിക്കുക. അത്ര ചെറിയ പ്രായത്തിൽ അമ്മ വിശുദ്ധിയായിരുന്നു. അമ്മയ്ക്ക് സ്വർഗരാജ്യം നഷ്ടപ്പെടുകയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അമ്മ അത്രയും വലിയ ത്യാഗത്തിന് വേണ്ടി അത് സമ്മതം നൽകിയത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. ആമേൻ എന്ന് നിനക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഉത്തരം പറഞ്ഞ ആ സ്ത്രീയുടെ പേര് പറയാനാണോ നിനക്ക് ഇത്ര വിഷമം? മഹിമയണിഞ്ഞവരെ ദുഷിക്കരുത്. ജപമാല ചൊല്ലുക. ഒരിക്കലും അതിന്റെ കൈ താഴെ വെക്കരുത്. ഞാൻ ചോദിച്ചു, അതിന്റെ അറ്റത്തെ ഈ കുരിശ് വേണോ? അതിന്റെ ആവശ്യമില്ല. തയ്യലും അതിങ്ങനെ കത്തിയല്ലേ, അത് കെട്ടിത്തൂക്കൊണ്ട് എടുക്കണോ? കർത്താവിനെ കൊത്തിക്കൊന്നതല്ലേ അത്? ഈശോയോട് ചോദിച്ചു, കുരിശുകൊണ്ട് കൊത്തിക്കൊന്ന ഒരു കർത്താവിനെ നിനക്ക് പരിചയമുണ്ടോ? നിന്നെ കുരിശ് തറയ്ക്കാൻ ഇരുന്നതാ. എന്നാൽ നിന്നെ തറയ്ക്കുമെന്ന് മനസ്സിലായപ്പോ നിനക്ക് മുമ്പേ നിന്റെ പിതാവ് ഇങ്ങ് പോന്നു. അവിടുന്ന് വന്ന് നിനക്ക് വേണ്ടി കുരിശിലേറി മരിച്ചു. നീ വന്നപ്പോ കുരിശ് മാത്രമേ ഉള്ളൂ. നിന്നെ വെറുതെ വിട്ടു. ഇപ്പോൾ കുരിശ് നിനക്ക് എന്താണ്? നിന്റെ പിതാവിന് നിന്നോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണിത്. നിന്റെ പിതാവ് നിന്നെ സ്നേഹിച്ച സ്നേഹത്തിന്റെ കഥയാ ഇത്. കാണിച്ചു കൊടുക്കുക. നീ എല്ലാവരെയും കാണിച്ചിട്ട് പറയാ, എന്റെ ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണിത്. ഈ കുരിശില്ലാതെ എന്ത് ക്രൈസ്തവ ജീവിതമാണ് നിനക്കുള്ളത്? ഇതില്ലാതെ ഒരു ജീവിതം വേണ്ട. ഇതേപ്പോഴും നിന്റെ കരങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. നിന്റെ ഹൃദയത്തോട് അതെപ്പോഴും ചേർന്നിരിക്കട്ടെ. നിന്റെ പിതാവിന്റെ സ്നേഹം നിന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തിരുസഭ എല്ലാ സ്ഥലത്തും കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത്. അത് കാണുമ്പോഴെല്ലാം നീ ദൈവത്തെ ഓർക്കണം, നന്ദി പറയണം. സംബന്ധിച്ച ഈ കാര്യങ്ങളെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞെങ്കിലും എനിക്കൊരു സംശയം കൂടി തോന്നി. എന്റെ ടീച്ചർ, ഞാൻ ഒരിക്കൽ കൂടി സംസാരിച്ചോട്ടെ? എന്താണ്, പരിശുദ്ധ അമ്മ കന്യകയാണോ? ഒരുപാട് മക്കളൊക്കെ ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അമ്മ കന്യകയാണോ? എന്റെ അമ്മയുടെ വാക്കുകളിൽ നിന്ന് തന്നെ
നിനക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. രക്ഷയുടെ സമയം മുഴുവൻ തർക്കിച്ച് നശിപ്പിക്കുക. സമയമില്ല രക്ഷയുടെ സമയം പോലെ മറ്റുള്ളവരോട് പറയാൻ. അതിനിടയിലാണ് തർക്കവും കൊണ്ട് നടക്കുന്നത്. നശിപ്പിച്ച് കളയുക സമയം മുഴുവൻ. എന്തുകൊണ്ട് നീ ആ ഭാഗങ്ങൾ വായിച്ചിട്ടില്ല? ഞാൻ ചോദിക്കട്ടെ മോളെ, നാളെ നിന്റെ വിവാഹമാണെന്ന് കരുതുക. തിരുസഭയുടെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് നടക്കാൻ പോകുന്ന വിവാഹം, മനസ്സമ്മതമൊക്കെ കഴിഞ്ഞതാണ്. ഇന്ന് രാത്രി ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ട് നിന്നോട് പറയുകയാണ്, നീ ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പ്രസവിക്കും, നീ അവനിങ്ങനെ പേരിടണം, അവൻ ദൈവത്തിന്റെ പ്രവാചകനായിരിക്കും എന്ന് പറഞ്ഞാൽ നീ എന്ത് പറയും? ഞാൻ പറഞ്ഞു, ദൈവം ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ നന്ദി പറയും. പക്ഷെ എന്റെ അമ്മ എന്താ നന്ദി പറയാതിരുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം നന്ദി അമ്മ പറയേണ്ടത്? ദൈവപുത്രന് ഗർഭം ധരിച്ച് പ്രസവിക്കാൻ പോവുകയാ. പക്ഷെ അമ്മ നന്ദി പറഞ്ഞോ? ഇല്ല. അമ്മ എന്താ ചോദിച്ചത്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. കാരണം എന്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു അവൾ ഒരിക്കലും ഒരു പുരുഷനോടൊപ്പം ജീവിക്കുകയില്ലെന്ന്. അവൾക്ക് പുരുഷനെ അറിയാമായിരുന്നു. ജോസഫിനെ അവൾക്കറിയാം, തന്റെ ഭർത്താവ് പോവാണെന്നറിയാം. പക്ഷെ പുരുഷനോടൊപ്പം താൻ ജീവിക്കുകയില്ല എന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. നീ ഇത് വിശ്വസിക്കുക. പുരുഷനോടൊപ്പം ഇതാ 25 വർഷം അബ്രഹാം വാഗ്ദാനം കാത്തിരുന്ന് പ്രാപിച്ചത് അമ്മയ്ക്ക് അറിയാം. മാലാഖ വന്ന് പറഞ്ഞപ്പോൾ ഇന്ന ദിവസം ഗർഭം ധരിച്ച് പ്രസവിക്കുന്നൊന്നും മാലാഖ പറഞ്ഞില്ല. കാത്തിരുന്ന് പ്രാപിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അമ്മ നന്ദിയൊന്നും പറഞ്ഞില്ല. അമ്മയ്ക്ക് സംശയമായി. അത് അമ്മയ്ക്ക് അറിയാമായിരുന്നത് കൊണ്ടാ അമ്മയ്ക്ക് സംശയം തോന്നിയത്. എന്റെ അമ്മ നിത്യകന്യകയാണ്, അവൾ അമലോത്ഭവയും നിത്യകന്യകയുമാണ്. നീ ഇത് വിശ്വസിക്കുക. ഞാൻ ചോദിച്ചു, ഈശോയെ, മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ടല്ലോ, ശിശു ജനിക്കുന്നത് വരെ അവൻ അവിടെ അറിഞ്ഞില്ല എന്ന്. അപ്പൊ അത് കഴിഞ്ഞപ്പോ അവരറിഞ്ഞു, അവരൊന്നിച്ച് ജീവിച്ചു എന്നാണോ അതിന്റെ അർത്ഥം? ഇത്രയും സമയം ഈശോ വളരെ ശാന്തമായി സംസാരിക്കുകയായിരുന്നു. എന്റെ എല്ലാ ചോദ്യത്തിനും ക്ഷമയോടെ നിന്ന് മറുപടിയും നൽകി. എന്നാൽ ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഈശോയുടെ സ്വരമേറുന്നു, എന്റെ അമ്മയെ കുറിച്ച് നീ എങ്ങനെ സംസാരിക്കുന്നത് എനിക്കിഷ്ടമില്ല. തിരുവചനങ്ങൾക്കുള്ളിൽ ഒരിക്കലും മ്ലേച്ഛമായ ഒരർത്ഥം ഒളിഞ്ഞിരിക്കുകയില്ല. നൂറ്റാണ്ടുകൾ നീ ധ്യാനിച്ചാലും നിനക്ക് മനസ്സിലാകാത്ത നിഗൂഢമായ ദൈവിക രഹസ്യങ്ങൾ തിരുവചനങ്ങൾക്കുള്ളിൽ ഉണ്ടാകും. പക്ഷെ മ്ലേച്ഛത ഒളിച്ചിരിക്കുകയില്ല. എനിക്ക് പറയാനുള്ളതൊക്കെ അങ്ങനെ തന്നെ ഞാൻ സംസാരിക്കും. ജനിക്കാൻ പോകുന്ന ശിശു ദൈവപുത്രനാണെന്ന് ജോസഫിന് അറിയാമായിരുന്നു. അവൻ ദൈവമാണെന്ന് അറിയാമായിരുന്നു. ഇതാ കുഞ്ഞിനെ പ്രസവിക്കുന്നത് കന്യകയാണെന്ന് അറിയാമായിരുന്നു. അവൻ ദൈവജനത്തെ രക്ഷിക്കുമെന്ന് അറിയാമായിരുന്നു. അത്രമാത്രമേ അവന് മനസ്സിലായുള്ളൂ. ഇനി 10 വർഷം കൂടി നീ ഒരാളെ കാണുകയാണെന്ന് കരുതുക. അപ്പൊ നീ പറയുന്നു, 10 വർഷം കൂടി കണ്ടിട്ട് അറിഞ്ഞില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 10 വർഷം കൂടി കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ല. അറിഞ്ഞില്ലെന്ന് വെച്ചാൽ മനസ്സിലായില്ല എന്നേ അവിടെ അർത്ഥമുള്ളൂ. ആ അർത്ഥം നിനക്ക് എന്തുകൊണ്ട് ഇവിടെ ഉപയോഗിച്ചുകൂടാ? എന്തുകൊണ്ട് ആ അർത്ഥം ഇവിടെ നിനക്ക് കാണാൻ പറ്റുന്നില്ല? ഈ മ്ലേച്ഛത നിനക്ക് മനസ്സിലായല്ലോ, മറ്റേത് എന്തുകൊണ്ട് നിനക്ക് കാണാൻ പറ്റുന്നില്ല? അവിടെ ശിശു ജനിച്ച ആ രാത്രിയിൽ ദൈവത്തിന്റെ സ്വരം കുഞ്ഞ് കരഞ്ഞപ്പോൾ ആദ്യമായി കേട്ട മനുഷ്യനാ ജോസഫ്. അത് കേട്ടപ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള മുഴുവൻ പുസ്തകങ്ങളും ദൈവം അവന്റെ മുമ്പിൽ തുറന്നു വെച്ചു. അപ്പോൾ അവനൊരു കാര്യം അറിഞ്ഞു, അവനൊരു കാര്യം മനസ്സിലായി. തന്നോട് കൂടെയുള്ള ഈ സ്ത്രീ ഉൽപ്പത്തിയിൽ ദൈവം വാഗ്ദാനം ചെയ്ത സ്ത്രീയാണ്. വെളിപാടിൽ ദൈവം വെളിപ്പെടുത്തുവാനിരിക്കുന്ന സ്ത്രീയാണ് തന്റെ കൂടെയുള്ള ആ സ്ത്രീ എന്ന് അവൻ അറിഞ്ഞു. അവന് മനസ്സിലായി അവളെ. അത്രയും നാൾ അവൻ അവളെ മനസ്സിലായില്ല. ഇത്രയും ഇങ്ങനെയും നിനക്കത് ചിന്തിച്ചുകൂടെ? എന്തുകൊണ്ടാ അതുവഴി മാത്രം ചിന്തിക്കുന്നത്? ഇങ്ങനെ എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? ഇതെല്ലാം അറിയാൻ ജോസഫിന് അവകാശമുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ ഭൂമിയിൽ എങ്ങനെ ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചുവോ അതുപോലെ ജീവിച്ച മനുഷ്യനാ ജോസഫ്. എനിക്ക് സ്വർഗസ്ഥനായ ഒരു പിതാവ് മാത്രമേ ഉള്ളൂ സ്വർഗത്തിൽ. പക്ഷെ ഭൂമിയിൽ വന്ന് ഞാനൊരു മനുഷ്യനെ അപ്പ എന്ന് വിളിച്ചു. വളർത്തപ്പ നല്ല വിളിച്ച് അപ്പാന്ന് തന്നെ വിളിച്ചു. എനിക്ക് അപ്പാന്ന് വിളിക്കാമെങ്കിൽ പിന്നെ നിനക്ക് അപ്പാന്ന് വിളിക്കാൻ എന്താ എത്ര വിഷമം? പോവുക. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ, ഞാൻ എത്രമാത്രം അവനെ സ്നേഹിച്ചോ, എത്ര ബഹുമാനിച്ചോ, എത്ര ആദരിച്ചുവോ, എത്ര അനുസരിച്ചോ, അതുപോലെ നീയും എന്റെ ജോസഫിനോട് പെരുമാറുക. മഹിമയണിഞ്ഞവരെ ദൂഷിക്കരുത് എന്ന് വീണ്ടും ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. മടങ്ങി പോവുക, കത്തോലിക്ക സഭയുടെ അംഗമാവുക. അമ്മയുടെ പേര് തന്നെ നിനക്ക് ഇടണം. കാരണം നിനക്ക് എന്റെ അമ്മയുടെ പേര് പറയാനായിരുന്നു ഏറ്റവും കൂടുതൽ വിഷമം. തിരിച്ചു പോവുക, തിരുസഭയുടെ അംഗമായി തീരുക. ഞാൻ സമ്മതിച്ചു. തിരിച്ചു വന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് മാമസം പോകണം. എന്ത് പറ്റി പെട്ടെന്ന് നിങ്ങളുടെ തീരുമാനം മാറാൻ? ഞാൻ പറഞ്ഞു, ഈശോ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാ.
ദിവ്യകാരുണ്യത്തില് എനിക്ക് ജീവൻ നൽകാൻ അവന്റെ ശരീരവും രക്തവും ഉണ്ട്. അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ജീവൻ വേണമെങ്കിൽ അത് കഴിക്കണമെന്ന്. എന്നിട്ട് പിന്നെ ഞാൻ ഇതില്ലാതെ പോയിട്ട് എന്താ കാര്യം? എനിക്ക് വേണം. അതുകൊണ്ട് അത്ര പറഞ്ഞു. പിന്നെ അച്ഛൻ തന്നെ അടുത്തുള്ള സെമിനാരിയിൽ ഒരു ധ്യാനം 3 ദിവസം നടക്കുകയാ. അവിടേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ബോധ്യമാക്കി തന്നു ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ 3 ദിവസത്തെ ധ്യാനത്തിന് എന്റെ കൂടെയുള്ള 3 പേരുടെ കൂടെ ഞാൻ കടന്നുപോയി. ഹിന്ദിയിൽ നടക്കുന്ന ധ്യാനം എനിക്കൊന്നും മനസ്സിലാവില്ല. എങ്കിലും ഞാൻ ഏറ്റവും മുന്നിലത്തെ ബെഞ്ചിൽ തന്നെ വന്നിരുന്നു. ധ്യാനം തുടങ്ങിയപ്പോ 2 വൈദികരെ കൂടി, മലയാളികളായ 2 വൈദികര് മിഷനിൽ ജോലി ചെയ്യുന്നവരാ, അവരും വന്നിരുന്നു. അവര് എന്നെ കൗൺസിലിംഗ് ഒക്കെ ചെയ്തു. ആ സമയത്തൊന്നും ബന്ധത്തിലൊന്നും അതുവരെ ഒന്നും ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നില്ല. അങ്ങനെ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ ഞാൻ വന്ന് ധ്യാന ഹോളിൽ ഇരുന്നപ്പോ ക്ലാസ് തുടങ്ങിയ ഉടൻ തന്നെ എനിക്ക് തല ഇറങ്ങി. എന്നിട്ട് ഞാൻ കുറെ സമയം ഇവിടെ പിടിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നി. അവിടെ ചെന്നു. പിന്നെ അവിടെ നിങ്ങൾക്ക് പോരാൻ പറ്റിയില്ല. അതിനകത്ത് തന്നെ വോമിറ്റിങ്ങും ലൂസ് മോഷനുമായിട്ട് ഞാൻ അവിടെ ഇരുന്ന് മടുത്തു. കുറേയേറെ പ്രാവശ്യമായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തളർന്നുപോയി. ഞാൻ ആ കക്കൂസിൽ നിന്ന് തന്നെ കുറെ വെള്ളം കോരി കുടിച്ചു. ഒരു മനുഷ്യരെയും കാണുന്നില്ല. ആ ബക്കറ്റിൽ നിന്ന് കുറെ വെള്ളം എടുത്ത് കുടിച്ചു. എന്നിട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോ കുറച്ച് ദൂരെയായിട്ടൊരു മുറി തുറന്നിരിക്കുന്നത് കണ്ടു. ശരീരം മുഴുവൻ വലിയ വേദന. എനിക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. ഒരു തരത്തില് ഞാൻ ആ ഭിത്തിയെ പിടിച്ച് അവിടേക്ക് നടന്നുപോയി. കയ്യും കാലുമെല്ലാം നീര് വെച്ച് വീർത്തു. ഞാൻ വിചാരിച്ചു എനിക്കെന്തോ പെട്ടെന്ന് രോഗം ഉണ്ടായതെന്ന് കരുതി. അങ്ങനെ അറ്റൻഷനായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. കൈ മടക്കാനൊന്നും പറ്റില്ല. ഇങ്ങനെ തന്നെ എന്റെ കാലൊക്കെ ചെരുപ്പിനകത്ത് കൊള്ളുകയല്ലാതായി. ചെരുപ്പൊക്കെ ഒരു ദൂരെ കളഞ്ഞ് എന്നിട്ട് നടന്ന് ചെന്ന് തുറന്നിരുന്ന മുറിയുടെ വാതിക്കിലേക്ക് ചെന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി അതൊരു ചാപ്പലാണ്. അവിടെ ദിവ്യകാരുണ്യം ആരാധനയ്ക്ക് എടുത്തു വെച്ചിട്ട് അച്ഛനെങ്ങ് തിരിഞ്ഞു വരുമ്പോ ഞാൻ അങ്ങോട്ട് ചെന്നു. അച്ഛൻ എന്നോട് ചോദിച്ചെന്ത് പറ്റി? ഞാൻ പറഞ്ഞു ഇത് കണ്ടോ, എന്റെ കൈയും കാലും എല്ലാം നീര് വെച്ച് വീർത്തിരിക്കുക. അപ്പൊ അച്ഛൻ പറഞ്ഞു എന്റെ മോളെ ഹാർട്ടിന് വല്ല കുഴപ്പമുള്ളതാണ്. ഇതുവരെ ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. കിഡ്നിക്ക് വല്ല കുഴപ്പമുണ്ടോ? അത് അറിയില്ല. എന്നാ വേഗം ആശുപത്രി കൊണ്ടുപോയേക്കാം എന്ന് പറഞ്ഞ് അച്ഛൻ ഓടി ഇറങ്ങിപ്പോയി. എനിക്ക് ഭക്തിയൊന്നും തോന്നിയില്ല. ദിവ്യകാരുണ്യത്തില് ഇങ്ങനെ എഴുന്നള്ളി വരുന്നു ഈശോ പറഞ്ഞെങ്കിലും ഞാൻ കണ്ടത് അനുഭവിക്കൊന്നും ചെയ്തില്ലല്ലോ. അതുകൊണ്ട് വലിയ ഭക്തിയൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ അവിടെ തന്നെ നിന്നു. ഓടി തിരിച്ചു കയറി വന്ന് അച്ഛനോട് പറഞ്ഞു, അതെ നിന്നെ ആശുപത്രി കൊണ്ടുപോകണ്ട, പ്രാർത്ഥിച്ചാൽ മതി എന്ന് ഈശോ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊരു കുറവുമില്ല ഇപ്പൊ. എന്നാ ഞാൻ ചെന്ന് നോക്കട്ടെ, വണ്ടി കിടപ്പുണ്ടോന്ന്. വീണ്ടും താഴെ ചെന്നു. എന്നിട്ട് വേറെ 2 വൈദ്യരെ കൂടി കൊണ്ടുവന്നു. അവര് 3 പേരോട് കയറി വന്നു. എന്നെ കണ്ടപ്പോ ഇങ്ങനെ തന്നെ ഇരിക്കുക. അവര് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അവിടെ നിന്നെ ആശുപത്രി കൊണ്ടുപോകണ്ട എന്ന് തന്നെ വീണ്ടും ഈശോ ഞങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നമുക്കൊന്നുകൂടെ പ്രാർത്ഥിക്കാം. 3ാമത് അവര് എന്റെ തലയിൽ കൈവച്ചു. 3 പേരും പിന്നെ ഒരു അമ്മച്ചിയുണ്ട്. എന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് മുട്ട കുത്താനോ ഇരിക്കാനോ ഒന്നും പറ്റില്ല. അങ്ങനെ നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. ശരീരം മുഴുവൻ പൊട്ടിത്തെറിച്ച് പോകുന്നവരുടെ വേദനയാ എനിക്ക്. അങ്ങനെ ഇവരെന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അച്ഛൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോനെ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ജീവനുണ്ട്. നീ എന്തു പറഞ്ഞാലും ഈശോയ്ക്ക് കേൾക്കാൻ പറ്റും. അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തട്ടെ. ഞങ്ങൾക്ക് നിന്നെ സുഖപ്പെടുത്താനുള്ള കഴിവൊന്നുമില്ല. നീ പ്രാർത്ഥിക്കുക, ഈശോ നിന്നെ സുഖപ്പെടുത്തും. ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചു. കൈ പോകാൻ പറ്റില്ല. അറ്റൻഷനായിട്ട് തന്നെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവര് തലയെ കൈവച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്കൊരു കാര്യത്തിൽ സന്തോഷം തോന്നി. കള്ളത്തരം ഇപ്പൊ അറിയാൻ പറ്റും. ജീവനുണ്ടെങ്കിൽ എനിക്കിപ്പോ സുഖം പ്രാപിക്കും, ഇല്ലെങ്കിൽ സുഖം പ്രാപിക്കില്ല. അപ്പൊ പിന്നെ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് സത്യം മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ആഗ്രഹവും മനസ്സിലുണ്ട്. അങ്ങനെ നിന്ന് പ്രാർത്ഥിച്ചു സ്തുതിച്ചുകൊണ്ടിരുന്നു. ഞാൻ ദൈവനൊന്നും വിളിച്ചില്ല, വെറുതെ സ്തുതിച്ചുകൊണ്ടിരുന്നു. കുറെ സമയം സ്തുതിച്ചുകൊണ്ട് കഴിഞ്ഞപ്പോ അച്ഛൻ എന്നോട് പറഞ്ഞു മുട്ടയെ കുത്താൻ പറഞ്ഞു. കണ്ണു തുറക്കരുതെന്ന് പറഞ്ഞ് ഞാൻ മുട്ടയെ കുത്തി. ഇരിക്കാൻ പറഞ്ഞപ്പോ ഇരുന്നു, എഴുന്നേക്കാൻ പറഞ്ഞപ്പോ എഴുന്നേറ്റ്. ഇങ്ങനെ ഒരു 3 പ്രാവശ്യം എഴുന്നേൽപ്പിക്കുകയൊക്കെ ചെയ്തു. 3ാമത്തെ പ്രാവശ്യം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു കണ്ണു തുറക്ക്, നിന്റെ കയ്യിലേക്ക് നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ ഞാൻ അവിടെ എങ്ങനെ ധ്യാനത്തിന് കയറി വന്നോ അതുപോലെ തന്നെ മിനിറ്റുകൾക്കുള്ളിൽ ദൈവം എന്നെ സുഖപ്പെടുത്തി. ഏതാനും മിനിറ്റുകളെ പ്രാർത്ഥിച്ചുള്ളൂ. എനിക്ക് വേണ്ടി എന്റെ ദൈവം അപ്പോൾ തന്നെ ഒരു അത്ഭുതം ചെയ്തു. അച്ഛൻ ചോദിച്ചു, ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ജീവനുണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണെന്നാണോ നീ വിചാരിച്ചത്? ഇപ്പോൾ നിനക്ക് ബോധ്യമായില്ലേ? ഇനി സന്തോഷത്തോടെ നന്ദി പറഞ്ഞിട്ട് പോയിക്കൊള്ളുക. ആദ്യമായി ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നിന്ന് നന്ദി പറഞ്ഞ് ഞാൻ തിരിച്ചുപോയി. പിന്നെ ഒരു കുഴപ്പമില്ല. ധ്യാനമൊക്കെ കൂടി തിരിച്ചു വന്നു. 1996 ഏപ്രിൽ മാസം 6-ാം തീയതി ഞാൻ പഞ്ചാബിലെ ജലന്ധറിൽ വെച്ച് മരിയ എന്ന പേര് സ്വീകരിച്ച് കാത്തോലിക്ക സഭയുടെ അംഗമായി തീർന്നു. നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം.
യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശു മഹത്വം, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പിന്നെ ഏതാനും മാസങ്ങൾ കൂടി മാത്രമേ എന്നെ ഈശോ അവിടെ വെച്ചോണ്ടിരുന്നുള്ളൂ. എന്നെ ഇതിനു വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയത് മുക്കി കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ മാത്രം. അപ്പോഴേക്കും നാട്ടിൽ നിന്നൊരു ഫോൺ വന്നു, അമ്മയ്ക്ക് സുഖമില്ല, അവിടെ തിരിച്ചു വരിക. പെട്ടെന്ന് യാത്രയൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ എല്ലാ കത്തോലിക്കരെ എല്ലാവരെയും മാനസാന്തരപ്പെടുത്തണമെന്ന ആഗ്രഹത്തോടെ അങ്ങോട്ട് ട്രെയിൻ കയറുകയും ഞാൻ തിരിച്ച് കത്തോലിക്ക സഭയുടെ അംഗമായി കേരളത്തിലേക്ക് മടങ്ങി. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. മനുഷ്യരുടെ ദൃഷ്ടിയിൽ അസാധ്യമാണിത്. ദൈവം തന്നെ ചെയ്താന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഒരു മനുഷ്യൻ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ലാത്ത ഒരാളായിരുന്നു. എന്റെ ദൈവം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ചെയ്തത്. ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഞാനാണ് അവൾക്ക് പറഞ്ഞു കൊടുത്തത് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം, ഞാൻ കള്ളം പറഞ്ഞതാണെന്ന്. എനിക്ക് അങ്ങനെയാണെങ്കിൽ പോലും എനിക്ക് സമ്മതിക്കാൻ പറ്റില്ല. കാരണം ദൈവത്തെ എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. അവിടുന്ന് എന്നോട് സംസാരിച്ചതാണ് ഇതെല്ലാം. ഓരോരുത്തർക്കും പറയാൻ പറ്റാതെ ഞാൻ ആർക്കും ഒരവകാശമില്ല. ദൈവത്തിന് മാത്രം അവകാശമുള്ളത് പറയാൻ ഞാനാ പറഞ്ഞതെന്ന് തിരിച്ചു പോന്നു. ഇവിടെ വന്നപ്പോ അമ്മ തീർച്ചയായും രോഗിയായി തീർന്നിരിക്കുന്നു. ഓപ്പറേഷൻ വേണം. എന്റെ കയ്യില് അത്രയും നാളും പണിയെടുത്തത് ഏകദേശം 2 വർഷത്തോളം അടുക്കാറായിരുന്നു. ഞാൻ അതുവരെ സമ്പാദിച്ചതും എല്ലാം വിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഉടൻ തന്നെ അമ്മ വീണ്ടും വീണു. കൈയുടെ മുട്ട് പൊടിഞ്ഞു പോയി. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം പറഞ്ഞു. പിന്നെ 2 ആഴ്ച കോട്ടയത്ത് കൊണ്ടുപോകണം. ഇങ്ങനത്തെ അവസ്ഥ. അപ്പച്ചൻ എവിടെയാണെന്നൊന്നും അറിയില്ല എനിക്ക്. ഞാൻ അപ്പോൾ എന്റെ ആങ്ങളേക്ക് ജോലിയൊന്നും ആയിട്ടില്ല. വണ്ടിയിൽ ഒരു ക്ലീനറായിട്ടൊക്കെ പോകാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അനുസരിച്ച് പഠിക്കുക. ഒരു വാടക വീട്ടിലെ വാടക കൊടുക്കാൻ പോലും എനിക്കൊന്ന് പ്രവാഹമില്ലാതായി തീർന്നു. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ കോളനിയിൽ ഒരു വീട് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കോളനി പണിതിട്ടിട്ടേ ഉള്ളൂ, കൊടുത്തിട്ടില്ല ആർക്കും. അവിടെ ആരും താമസമൊന്നുമില്ല. എങ്കിൽ അതിലൊരു വീട് അപേക്ഷിക്കാം, കിട്ടിയാലോ എന്ന് കരുതി. അപ്പൊ ആദ്യം അപേക്ഷിച്ചാൽ ഒരാൾക്ക് ഒരു വീട് കിട്ടിയിട്ടുണ്ട്. ആ ആൾക്ക് വേറെ വീടൊക്കെ ഉള്ളതുകൊണ്ട് ഇത് വെറുതെ ഇട്ടിരിക്കുക വാടകയ്ക്ക് കൊടുക്കാൻ. അതുകൊണ്ട് അങ്ങനെ ഒരു വീട്ടിലേക്ക് ആനച്ചാൽ എന്ന സ്ഥലത്താണ്. അത് ശരിക്കും ഒരു മലമുകളിലാ. അവിടെ ചെന്ന് ആ വാടക വീട്ടില് ഞാൻ ഇവരെയും കൊണ്ട് താമസിക്കാൻ തുടങ്ങി. എനിക്ക് അമ്മയെ ഇട്ടിട്ട് ജോലിക്ക് പോകാൻ പറ്റില്ല. ഒരു നേരത്തെ ആഹാരത്തിന് എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു ചിന്തയില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. ആരോട് ചോദിക്കും? എന്നെ സഹായിക്കാനും ആരുമില്ല. എന്നാൽ പ്രത്യേകിച്ച് പെന്തക്കോസ്തിന് ഞാനിങ്ങ് പോരുകയും ചെയ്തു. കത്തോലിക്ക സഭയിൽ ഞാൻ മാറിയെങ്കിലും ആൾക്കാരെല്ലാം മനസ്സിലാവില്ല. ഇവിടെ എനിക്ക് ആ ക്രിസ്ത്യസിനെ പരിചയമുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ചെന്ന് എന്തെന്നാ പറയുക, അങ്ങനെയൊന്നും ഓർത്തില്ല. അന്ന് വീട്ടിൽ തന്നെ ഇരുന്ന് ദുരിതവും പട്ടിണിയും ഒരു ജോഡി ഡ്രസ്സ് പോലും ഇല്ലാതെ നരകത്തിന്റെ ദിവസങ്ങളായിരുന്നു. ഞാൻ ഈശോയോട് ചോദിച്ചു, കർത്താവേ എന്തുകൊണ്ടാ ഇങ്ങനെ? കർത്താവിന്റെ അടുത്ത് വന്ന പ്രശ്നം തീരണോ? എനിക്ക് നിന്റെ അടുത്ത് വന്നപ്പോ പ്രശ്നം കൂടുകയാ ചെയ്തത്. ആളുകൾ ധ്യാനത്തിന് എന്തിനാ പോന്നെ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ധ്യാനത്തിന് പോകും. ധ്യാനം കൂടും, പ്രശ്നം തീരണം. അതാണ് അതിന്റെ ഒരു നിയമം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിന്നെ മുഴുവനായി സ്വീകരിച്ചപ്പോ എനിക്കെന്താ ഇങ്ങനെ കുഴപ്പം? ഈ ഭക്ഷണം പോലും ഇല്ലാതെ ഞാൻ കഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാ? മനുഷ്യര് മുഴുവൻ എന്നെ അപമാനിക്കുന്നു, നാണം കെടുന്നു, നിന്ദിക്കുന്നു. എന്തുകൊണ്ടാ ഇങ്ങനെ? എനിക്കെന്താ ഇങ്ങനെ പറ്റിയത്? നീ തന്നെയല്ലേ എന്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നത്? യേശു പറഞ്ഞു, മോളെ, എനിക്ക് ഏറ്റവും സ്വീകാര്യരായവരെ സഹനത്തിന്റെ ചൂളയിൽ ഞാൻ ശുദ്ധി ചെയ്തെടുക്കും. ഞാൻ ഉയർത്തെഴുന്നേറ്റിങ്ങ് പോന്നപ്പോൾ കുരിശ് കൊണ്ടുപോകുന്നില്ല. അത് ഞാൻ അവിടെ വെച്ചിട്ടാ പോകുന്നത്. എന്താന്നോ, നിനക്ക് ഇങ്ങ് കയറി പോരാൻ അത് മാത്രം ഒരു വഴിയുള്ളൂ, വേറെ ഒരു വഴിയില്ല. നീ ഇവിടെ കയറി വരണം. സഹനത്തിലൂടെ ശുദ്ധീകരിക്കപ്പെടണം. നീ സഹനമില്ലാതെ ഒരിക്കലും വിശുദ്ധി ഉണ്ടാവില്ല. വിശുദ്ധി ഇല്ലാത്തവർക്ക് ഒരിക്കലും ദൈവത്തെ കാണാൻ പറ്റില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ. നീ എന്നെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും കുരിശ് നിന്റെ മുമ്പിൽ വെച്ചേക്കുക. നീ അതിലേ കൂടി ഇങ്ങ് കയറി പോരുക. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിന്റെ കൂടെയുണ്ട്. സഹിക്കുക, എന്നോട് കൂടെ സഹിക്കുക. ഈ കൃപ ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുക. ഞാൻ പറയിച്ചേ നന്ദി, എനിക്ക് മനസ്സിലായല്ലേ ഇത്, അതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞത്. എന്ത് ധ്യാനം കൂടി കഴിഞ്ഞ് വന്നാൽ എന്താ ചോദിക്കുക? ആദ്യം എന്നാ കിട്ടി? ധ്യാനം കഴിഞ്ഞ് കഴിയുന്ന ആളെ കാണുമ്പോൾ ആദ്യം ചോദിക്കണം എന്നാ കിട്ടി എന്നാണ്. എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല ഈശോയുടെ അടുക്കിലേക്ക് പോവുക. നമ്മളെ തന്നെ ഈശോയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാ. അവനൊരിക്കലേക്ക് തന്നതാ, അത് മുഴുവൻ നമുക്ക് കിട്ടിയതാ. കിട്ടിയപ്പോ തിരിച്ചെന്തെങ്കിലും കൊടുക്കണ്ടേ? അതിന് വേണ്ടിയായിരിക്കണം ധ്യാനത്തിന് പോവാ. ബാക്കിയൊക്കെ അവിടുന്ന് കൂട്ടിച്ചേർത്ത് തന്നുള്ളൂ അവിടെ ചെല്ലുമ്പോ. ഇങ്ങനെ സഹനങ്ങള് സ്വീകരിക്കാൻ എനിക്ക് കൃപ കിട്ടണേന്ന് മാത്രം പ്രാർത്ഥിച്ചു പോയി. ആ ദിവസങ്ങളില് എന്നെ കാണാൻ വേണ്ടി പെന്തക്കോസ്തുകാരായ സഹോദരങ്ങൾ വന്നു. എനിക്ക് അവരോട് ഇപ്പോഴും ഒരു ദേഷ്യമില്ല.
ആരോടെങ്കിലും വൈരാഗ്യം തീർക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ദേഷ്യം തീർക്കാൻ വേണ്ടിയോ ഒന്നും അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. എനിക്ക് ബോധ്യമായ കാര്യം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ ദൈവം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ. അല്ലാതെ അവരോട് വൈരാഗ്യം തീർക്കാൻ വേണ്ടി പ്രസംഗിക്കാമെന്ന് ഓർക്കണ്ട, പകരം വെട്ടാൻ വേണ്ടിയൊന്നും. നിങ്ങളിൽ ഒരാൾ പോലും തിരിച്ചു ചെയ്യുന്ന കണ്ടോ, ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ, ഇപ്പൊ കണ്ടോ നിങ്ങളുടെ സഭയിൽ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഇങ്ങനെ ചോദിച്ച് തർക്കിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് സത്യം മനസ്സിലാകണം, അത്രേ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആരെയെങ്കിലും തർക്കിച്ച് പരാജയപ്പെടുത്താനോ പറഞ്ഞു ജയിക്കാനോ ഒന്നും അല്ല നമുക്ക് വചനമുള്ളത്. നമുക്ക് നമ്മുടെ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയ വചനം, അവനെ അറിയാൻ വേണ്ടിയിട്ടുള്ളത് വചനം. വെട്ടാനോ പറിക്കാനോ ഒന്നുമല്ല. അവര് വന്ന് എന്നോട് പറഞ്ഞു, സഹോദരി നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു സഭയിലേക്ക് പോയതെങ്കിൽ സഹിക്കാമായിരുന്നു. ഇത് ജാതികളുടെ കൂട്ടത്തിൽ പോയല്ലോ, അതുകൊണ്ട് സഹിക്കാൻ പറ്റില്ല, തിരിച്ചു വരിക, വന്നൊന്ന് ക്ഷമ പറഞ്ഞാൽ മതി, വേറെ ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞു ഞാൻ വരാം, പക്ഷെ എനിക്ക് ദിവ്യകാരുണ്യം തരുവാ നിങ്ങൾ. ഈശോയുടെ ശരീരം